ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വക്കീലിൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിഞ്ഞ വൈഗ ആകങ്ങ് ഷോക്ക് ആവണം കേട്ടോ. സുന്ദരിയും കാർത്തികും തമ്മിലുള്ള ഡിവോഴ്സ് അനുവദിച്ച് കിട്ടിയെന്നുള്ള സത്യം അറിഞ്ഞതോടുകൂടി വൈഗയുടെ ക്ഷമയൊക്കെ അങ്ങ് നശിച്ച് വൈഗയുടെ സ്വബോധം തന്നെ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് വക്കീലിനെ നന്നായിട്ട് തന്നെ വൈഗ ഉപദ്രവിച്ചിട്ട് പിന്നീട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാർ ഓടിച്ചിട്ട് നേരെ സുന്ദരിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് വക്കീലിനെ ഒരു പരുവമാക്കിയ ശേഷം വൈഗ അങ്ങ് കാറെടുത്ത് പോവുകയാണ്. അപ്പോൾ വക്കീൽ എന്നിട്ട് ആകെ അവശ നിലയിൽ തന്നെ കാർത്തികിനെ വിളിച്ചിട്ട് എല്ലാ കാര്യവും പറയാൻ കേട്ടോ. ഇങ്ങനെ വൈഗ മാഡം ഇത് അറിഞ്ഞു എന്നുള്ള കാര്യം, അപ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് അർച്ചനയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള എല്ലാ സുന്ദരിയും കാർത്തികും തമ്മിലുള്ള വിവരങ്ങളെല്ലാം വൈഗയ്ക്ക് അറിയാമെന്ന്, അങ്ങനെ ഒരു ചതിയാണ് എനിക്ക് പറ്റിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട് നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാട്ടിയത്. എന്നിട്ടിപ്പോൾ വൈഗ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ എടുത്ത് കാർ കൊണ്ട് എവിടേക്കാണെന്ന് അറിയില്ല, ദേഷ്യത്തിൽ പോയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് കാർത്തികിന് മനസ്സിലാവുകയാണ് സുന്ദരിയുടെ വീട്ടിലേക്ക് തന്നെയാവും വൈഗ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ കാർത്തികും സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വൈഗ അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് വൈഗ എല്ലാവർക്കും തന്നെ ആ ഒരു സ്വീറ്റ്സ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. സുന്ദരിയും കാർത്തികും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ ആ ഒരു സ്വീറ്റ്സ് കൊടുക്കലും പിന്നെ ഭയങ്കരമായിട്ട് തന്നെ വൈഗ അങ്ങ് ഇമോഷണൽ ആവുകയാണ് കേട്ടോ, സങ്കടം സഹിക്കാൻ വയ്യാതെ. അപ്പോൾ സ്വന്തം അമ്മയും എല്ലാവരും ചേർന്നിട്ടാണ് എന്നെ ഇങ്ങനെ ഒരു പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞ ശേഷം വൈഗ നന്നായിട്ട് തന്നെ ചൂടായും കൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് ആർക്കും തന്നെ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ സങ്കടം, വൈഗയുടെ ആ ഒരു സങ്കടം സഹിക്കാനാവാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ കൃഷ്ണമാമ അങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട്. വൈഗയുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊന്നും വൈഗ വേണ്ട, എന്നോട് ഇനി ഒന്നും പറയണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, മോളെ നീ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ തന്നെ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ വേണ്ട, എന്നോട് മുത്തശ്ശി ഇനി മുണ്ടണ്ട, എന്നോട് എന്താണ് മുത്തശ്ശി പറയാൻ, നീ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണോ എന്നോട് ഈ ഒരു ചതി നിങ്ങളെല്ലാവരും ചെയ്തത്. എന്നിട്ട് എന്നെക്കൊണ്ട് ആ ചതിയനെ ഇത്രത്തോളം അധികം സ്നേഹിപ്പിച്ചില്ലേ, ഇങ്ങനെ ഒരു ചതിനെയല്ലേ ഞാൻ സ്നേഹിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുന്ദരിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ എൻ്റെ കൂടെ പിറപ്പായിട്ടാണ് കണ്ടത്, എന്നിട്ട് നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ വൈഗ മാഡം നിങ്ങളോട് പറയാതിരുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട, ഇനി നീ അതിനെ കുറിച്ചൊന്നും പറയണ്ട എന്നങ്ങ് പറയുമ്പോൾ മോളെ നീ ഒന്ന് മനസ്സിലാക്കുക എന്നും പറഞ്ഞിട്ട് വൈഗയുടെ അമ്മ അങ്ങനെ പറയുന്ന സമയത്ത് അമ്മ എന്നോട് ഇനി മിണ്ടരുത്, അമ്മ ഒന്നും എന്നോട് പറയരുത്, അമ്മ എല്ലാ സത്യവും അറിഞ്ഞിട്ട് അമ്മ പോലും എന്നിൽ നിന്ന് എല്ലാ കാര്യവും മറച്ചു വെച്ചില്ലേ, അതുകൊണ്ട് അമ്മയും എന്നോട് മിണ്ടരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വൈഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവരോട് എല്ലാവരോടും കൂടി ചേർന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോഴാവും അവിടേക്ക് കാർത്തിക് അങ്ങ് കയറി വരികയാണ്. കാർത്തികിനെ കണ്ടതോടുകൂടി ആ വന്നല്ലോ, ആരാണ് ഈ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിനെ ഒന്ന് ആക്കിയ രീതിയിൽ തന്നെ അങ്ങ് വൈഗ സംസാരിക്കാൻ കേട്ടോ. വൈഗയുടെ അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ കണ്ടില്ലേ, സുന്ദരിയാണ് ആദ്യം കാർത്തിക് കല്യാണം കഴിച്ചത്, എന്നിട്ട് അവളുടെ ഭിക്ഷയാണ് എൻ്റെ ജീവിതം, അവളെ എനിക്ക് ദാനം തന്നതാണ് എൻ്റെ ജീവിതം, എന്ത് ആവശ്യത്തിന് എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ അമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിന്നെ സുന്ദരി ചതിച്ചിട്ടില്ല, കാരണം സുന്ദരിക്ക് അറിയില്ലായിരുന്നു നിന്നെ ആ കാർത്തിക് കല്യാണം കഴിച്ച കാര്യം ഒന്നും തന്നെ. അവിടെ വന്നതിൻ്റെ ശേഷം മാത്രമാണ് നീ കാർത്തിക് കല്യാണം നിന്നെ കാർത്തിക് കല്യാണം കഴിച്ച വിവരമൊക്കെ അറിഞ്ഞത്. പിന്നീട് സുന്ദരിക്ക് നിന്നോട് സത്യം പറയാകുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നില്ല മോളെ, നീ ഗർഭിണി ആയിരുന്നില്ല, അപ്പോൾ നിനക്കും കുഞ്ഞിനും ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്ദരി ഇത്രയും ദിവസങ്ങളോളം മറച്ചു വെച്ചത്. പിന്നെ കാർത്തിക് നിനക്കൊരു കുഞ്ഞിനെയും നിന്നെയും പൊന്നുപോലെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ സുന്ദരിക്ക് അവൻ അന്നു മുതൽ ഇന്ന് വരെയും ദ്രോഹം മാത്രമാണ് ചെയ്തത്. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കാർത്തിക് പറഞ്ഞ നുണ എന്താണെന്നോ, സുന്ദരി ഒരിക്കലും ഗർഭിണി ആവില്ല എന്നുള്ള ആ ഒരു നുണയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദ്രോഹങ്ങളാണ് കാർത്തിക് സുന്ദരിയോട് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് അതെല്ലാം സുന്ദരി ക്ഷമിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ വൈഗയ്ക്ക് തന്നെ അമ്മ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് എന്നോട് ഇത്രയും ദിവസം ഈ ഒരു രഹസ്യം പറയാതിരുന്നത് എന്നുള്ള ആ ഒരു ചിന്തയാവൂട്ടോ വൈഗയ്ക്ക്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ എന്ന് ഞാനൊരു വിഡ്ഢിയായി എന്നുള്ള ആ ഒരു ചിന്തയാവൂട്ടോ വൈഗയുടെ മനസ്സിൽ. അങ്ങനെ വൈഗ ഒരു ഭ്രാന്തിയെ പോലെ അങ്ങ് അലറിങ്ങോണ്ട് കരയാണ് കേട്ടോ. എന്നെ എല്ലാവരും ചേർന്ന് പറ്റിച്ചു, എൻ്റെ സ്വന്തം അമ്മ കൂടി എന്നെ പറ്റിച്ചു എന്നുള്ള ആ ഒരു മനോഭാവമായിരിക്കും കേട്ടോ വൈഗയുടെ മനസ്സിൽ. എന്നിട്ട് കാർത്തികിനോട് വൈഗ പറയാണ്. കാർത്തികിനെ കണ്ടതോടുകൂടി വൈഗയുടെ ഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് വൈഗ വരണം സാർ, ഇവിടെ നിങ്ങളെയാണ് കാത്തുകൊണ്ട് നിന്നത്, ഇതാ ഈ സ്വീറ്റ്സ് എടുത്തോ, ഏറ്റവും കൂടുതൽ സ്വീറ്റ്സ് എടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നെയാണ്, ഇതാ എടുത്തോ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ കാർത്തിക ആകെ അതിശയിച്ചിട്ട് തന്നെ
പേടിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കണ്ട. എന്നിട്ട് ആ സ്വീറ്റ്സ് കാർത്തികിൻ്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയാൻ കേട്ടോ വൈഗ. എന്നിട്ട് നിങ്ങൾ ഒരു നല്ലവനായി നടിച്ച് എന്നെയും ഈ വീട്ടിലുള്ളവർ എല്ലാവരെയും നീ ചതിച്ചൂലേ, നിങ്ങളൊരു നല്ല ഒരു ഫ്രോഡ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിനും വൈഗ നന്നായിട്ട് തന്നെ ചിറിയിലും ദേഹത്തും എല്ലായിടത്തും കവളത്തേക്കും എല്ലായിടത്തേക്കും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാർത്തികിനെ വൈഗ നന്നായിട്ട് തന്നെ 2 കവളത്തേക്കും ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാർത്തികിനോട് പറയാണ്, നിങ്ങൾ നല്ലവനായി നടിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും കൊണ്ട് നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം ഒരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളൊരു നല്ല നടൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു, നീ എനിക്ക് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ വൈഗ ഞാനൊന്ന് പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് വൈഗനെ തൊടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വൈഗ എന്നെ തൊട്ടു പോകരുത്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇനി നീ കാണരുത്, ഇനി നീ ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ പോലും വരരുത്, അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ നിന്നെ ഞാൻ കൊന്നുകളയും, അതുകൊണ്ട് എന്നിൽ നിന്നും പൊയ്ക്കോ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ അങ്ങ് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ എനിക്ക് നിന്നെ കാണണ്ട എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ വൈഗ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ നിനക്ക് മാപ്പ് പറയാൻ തോന്നുന്നു, ഒരു മാപ്പുകൊണ്ട് തീരുന്ന പ്രശ്നമാണോ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. ഇത്രത്തോളം ദ്രോഹങ്ങൾ ആക്കിയിട്ടും എൻ്റെ കുടുംബത്തെയും എൻ്റെ അമ്മയെയും എൻ്റെ ഫ്രണ്ട്സെയും എല്ലാവരെയും നീ എന്നിൽ നിന്നും അകറ്റി, ഇതൊക്കെ ചെയ്തതും പോരാ, ഇനി നിനക്ക് ഞാൻ മാപ്പ് തരുന്നു, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയും, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ. നീ പോവില്ല, കാരണം ഇത് നിൻ്റെ വീടും നിൻ്റെ കുടുംബക്കാരുമാണല്ലോ, അപ്പോൾ ഞാനാണ് ഇവിടുന്ന് പോവേണ്ടത് എന്നങ്ങ് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ കാർത്തിക് അങ്ങ് തടയേണ്ടോ. വൈഗ നീ പോവരുത്, ഈ ലോകത്തിൽ എനിക്ക് ആരും തന്നെ വേണ്ട, നീ മാത്രം മതി, അങ്ങനത്തെ എന്നോടാണോ നീ ഈ ഒരു ചതി ചെയ്തത് എന്നൊക്കെ പണ്ട് വൈഗ വീണ്ടും കാർത്തികിൻ്റെ നേരെയൊക്കെ അങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് കാർത്തികിനോട് എൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരരുത്, എൻ്റെ കുഞ്ഞിനെ നീ നോക്ക് പോലും ചെയ്യരുത്, അതുകൊണ്ട് മര്യാദക്ക് നീ പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറയട്ടോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം അങ്ങ് മരിക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് കാർത്തികിനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെയുള്ള എല്ലാവരോടും തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വൈഗ അവിടെ നിന്ന് അങ്ങ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങ് കാറിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് പോകുന്നത് നേരെ അങ്ങ് കടപ്പുറത്തേക്കാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു തോണിലേക്കാണ് കേട്ടോ കുഞ്ഞിനെ വെച്ചിട്ട് വൈഗ അങ്ങ് നേരെ നടന്ന് കടലിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കുഞ്ഞങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ വൈഗ അതിങ്ങനെ ആ ബീച്ചിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാവും കേട്ടോ, കുഞ്ഞ് തനിച്ചാവുന്ന ആ ഒരു കാര്യം, കാർത്തികിന് വേണ്ടി എന്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ അനാഥയാക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ പിന്നീട് വൈഗയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വൈഗ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് വൈഗ അങ്ങനെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലേണ്ട സമയത്ത് കുഞ്ഞിനെ അങ്ങ് വാരിയെടുക്കുകയാണ് വൈഗ. പിന്നീട് വൈഗ പോയ ആ ഒരു ടെൻഷനിൽ വൈഗയുടെ അമ്മ അങ്ങ് ബോധം കെട്ട് വീഴാണ് കേട്ടോ. എന്നിട്ട് ശ്രീക്കൊക്കെ വിളിക്കുന്നുണ്ട്, ശ്രീയോട് പറയുന്നുണ്ട് വൈഗ ഇങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ള കാര്യവും വൈഗേനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, എന്നെ തേടി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈഗ കുഞ്ഞിനെയും എടുത്ത് ഇവിടെ നിന്ന് പോയത്. വൈഗ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുള്ള പേടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീയോട് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് വൈഗേനെ വീണ്ടും തിരയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ ശ്രീയുടെ അടുത്താണ് കേട്ടോ വൈഗ ചെന്നെത്തുന്നത്. അങ്ങനെ വൈഗേനെ ശ്രീ കൊണ്ടുപോവാണ്, ശ്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് വൈഗ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ആ ഒരു ഇതും പിന്നീട് ചതി നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ വൈഗ ശ്രീയോട് പറയുമ്പോൾ ശ്രീ പറയുന്നുണ്ട്, എനിക്കെല്ലാ കാര്യവും അറിയാമായിരുന്നു, നിന്നോട് പലതവണയായിട്ട് ഞാനത് പറയാൻ വേണ്ടി വന്നത് തന്നെയാണ്, പക്ഷേ നിൻ്റെ സിറ്റുവേഷൻ അത്രയ്ക്കധികം മോശമായതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീ പിന്നെ വൈഗയുടെ അമ്മക്ക് വിളിച്ച് പറയാൻ കേട്ടോ വൈഗ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സുന്ദരിയും സുന്ദരിയുടെ വീട്ടുകാരും വൈഗയുടെ അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വൈഗ ഇറങ്ങിപ്പോയതോടുകൂടി കാർത്തികിൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് കാർത്തിക് നേരെ ചെല്ലുന്നത് സുന്ദരിയുടെ അടുത്തേക്കാണ് കേട്ടോ. സുന്ദരിയുടെ വീട്ടുകാരൊക്കെ നിൽക്കുന്ന അവരുടെ മുന്നിൽ വെച്ച് തന്നെ സുന്ദരിയുടെ കഴുത്തങ്ങ് പിടിച്ച് പീച്ചുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്, ഇനി എൻ്റെ വൈകിയെ എനിക്ക് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല, എനിക്ക് നിന്നെ എൻ്റെ ജീവിതം തകർത്ത നീ ഇനി ഈ ഭൂമിയിൽ വാഴില്ല എന്നും പറഞ്ഞിട്ട് സുന്ദരിയെ കഴുത്തങ്ങ് പിടിച്ച് പീച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കണ്ട. അപ്പോഴത്തേക്കും കൃഷ്ണമാമ അങ്ങ് തടയാൻ കേട്ടോ. കാർത്തികിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് നിലത്തേക്കണ്ട് വീഴ്ത്തിയിടുകയാണ്. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൺമുന്നിൽ വെച്ച് നീ ഇങ്ങനത്തോളം ഉപദ്രവിക്കുന്നു, അപ്പോൾ ഞാനില്ലാത്ത സമയങ്ങളിൽ നീ എൻ്റെ കുഞ്ഞിനെ എത്രമാത്രം അധികം ഉപദ്രവിച്ചിട്ടുണ്ടാകും, എടാ മഹാഭാബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തട്ടി മാറ്റുമ്പോഴും കാർത്തികിൻ്റെ കലിപ്പ് അടയുന്നില്ല കേട്ടോ. എന്നിട്ട് കാർത്തിക് വീണ്ടും സുന്ദരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സുന്ദരിയെ വീണ്ടും അങ്ങ് ഉപദ്രവിക്കുകയാണ്. എന്താടാ നീ എൻ്റെ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കുന്നുടാ, അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഈ
ഭൂമിക്ക് ഭാരം, അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങ് ഇല്ലാതാക്കും എന്നും പറഞ്ഞിട്ട് കൃഷ്ണമാമ കാർത്തികിൻ്റെ കഴുത്തങ്ങ് പിടിച്ച് പീച്ചാണ് കേട്ടോ. അങ്ങനെ നിയന്ത്രണം വിട്ട കൃഷ്ണമാമ കഴുത്ത് പിടിച്ച് അങ്ങ് പീച്ചുന്ന സമയത്ത് കാർത്തികിന് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയാണ് കേട്ടോ. പക്ഷേ സുന്ദരിയുടെ വീട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ സുന്ദരി ഓടി വന്നിട്ട് വേണ്ട, ഒന്നും ചെയ്യേണ്ട കൃഷ്ണമാമ എന്ന് പറഞ്ഞിട്ട് തടയുന്നൊക്കെ ഉണ്ട്. ഇല്ല സുന്ദരി, ഇനി ഞാൻ ഇവനെ വെറുതെ വിടില്ല, ഇവൻ എൻ്റെ കൈ കൊണ്ട് തീരും. കാരണം നീ ഇത്രത്തോളം അധികം നിന്നെ ദ്രോഹിച്ചിട്ടും ഇനിയും നീ ഇവനെ വെറുതെ വിടാനാണോ നീ പറയുന്നത്? അതുകൊണ്ട് ഇല്ല സുന്ദരി, ഞാനിത് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തികിൻ്റെ കഴുത്തങ്ങ് പിടിച്ചിട്ട് ശ്വാസം കിട്ടാതെ കാർത്തിക് കണ്ണൊക്കെ അങ്ങ് തുറക്കിയാണ് കേട്ടോ. അപ്പോഴൊക്കെ സുന്ദരി തടയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃഷ്ണമാമ കേൾക്കില്ല കേട്ടോ. ലാസ്റ്റ് സുന്ദരി അങ്ങ് അലറിങ്ങോണ്ട് കൃഷ്ണമാമ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കാണ്ട്, ഈ മഹാഭാപിയെ കൊന്നിട്ട് ആ കുറ്റത്തിന് കൃഷ്ണമാമ ജയിലിൽ പോയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഒരിക്കലും കൃഷ്ണമാമ ഈ കാർത്തികിനെ കൊല്ലരുത്. കാരണം അവൻ ഈ ഭൂമിയിൽ ഇഞ്ചിഞ്ചായിട്ട് അവൻ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ള നോവ് അവൻ അറിയണം. അതാണ് അവന് ഈ ഭൂമിയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് കൃഷ്ണമാമ ഒറ്റയടിക്ക് തന്നെ അവനെ കൊന്നാൽ അവനങ്ങ് സുഖമായിട്ട് മരിച്ചു പോവുകയുള്ളൂ. അവൻ ഒരു വേദനയോ ഒരു സങ്കടമോ ഒന്നും തന്നെ അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ ഒരിക്കലും കൊല്ലരുത് കൃഷ്ണമാമ. അവൻ ഈ ഭൂമിയിൽ ആരോരുമില്ലാതെ എന്താണ് സങ്കടം എന്നുള്ളത് അവൻ അറിയണം. അതുകൊണ്ട് ഒരിക്കലും കാർത്തികിനെ കൃഷ്ണമാമയുടെ കൈകൊണ്ട് മരിക്കാൻ സമ്മതിക്കരുത്. അവനപ്പോൾ വല്ലാതെ സുഖമായിട്ട് അങ്ങ് മരിച്ചു പോകും. അവനക്കുള്ള ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അവൻ അനുഭവിച്ച് തീർക്കണം. ഒറ്റപ്പെടലിൻ്റെ വേദനയും ഇവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷയും എല്ലാം തന്നെ അവൻ അനുഭവിക്കണം. അതുകൊണ്ട് കൃഷ്ണമാമ അവനെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ സുന്ദരിയുടെ ഈ വാക്കുകളിൽ നിന്ന് കൃഷ്ണമാമയ്ക്ക് കാര്യം മനസ്സിലാവും കേട്ടോ. അങ്ങനെ കാർത്തികിനെ അങ്ങ് കഴുത്തങ്ങ് പീച്ചുന്നതൊക്കെ വിട്ടിട്ട് ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ, ഇനി ഞങ്ങളുടെ നിഴൽ വെട്ടത്ത് പോലും വരരുത് എന്നും പറഞ്ഞിട്ട് കാർത്തികിനെ അങ്ങ് പട്ടി ആട്ടുന്ന പോലെ അങ്ങ് ആട്ടി ഇറക്കി അങ്ങ് വിടുക കേട്ടോ. കാർത്തിക് എന്നിട്ട് ആകെ സങ്കടപ്പെട്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്.